മെഡിക്കൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ ഭാഗമായ ഫാർമസി സെക്ടറിലോട്ട് എൻ്റർ ചെയ്യുന്നതിനാവശ്യമായ ഗേറ്റ് വേ ആയി ആക്ട് ചെയ്യുന്ന രണ്ട് കോഴ്സുകളാണ് ബി-ഫാം ആൻഡ് ഡി-ഫാം. ബി-ഫാം ഓർ ഡി-ഫാം +2 ശേഷം പെട്ടെന്ന് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സ് ഏതാണ്? ബി-ഫാം ആണോ അതോ ഡി-ഫാം ആണോ? കരിയർ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള കോഴ്സ് ഏതാണ്? പഠിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റിയ കോഴ്സ് ഏതായിരിക്കും? ഇത്തരത്തിലുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഡി-ഫാം 2 ഇയർ ഡിപ്ലോമ കോഴ്സ് ആണ്. ഡി-ഫാമിന്റെ ഡ്യൂറേഷൻ വരുന്നത് 2 ഇയേഴ്സ് ആണ്. ബി-ഫാം ആണെങ്കിൽ 4 ഇയേഴ്സ് ആണ് ഡ്യൂറേഷൻ. അതായത് 8 സെമസ്റ്റേഴ്സ് ആണ് ബി-ഫാമിനകത്തുള്ളത്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് 17 ഇയേഴ്സ് ആണ്. +2 സയൻസ് അക്കാഡമിക് സ്ട്രീമിലുള്ള വിദ്യാർത്ഥികളാണ് ബി-ഫാമിനും ഡി-ഫാമിനും ഒക്കെ എലിജിബിൾ ആയിട്ടുള്ളത്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി കമ്പൽസറി സബ്ജക്ട്സ് ആയും ബയോളജി, മാത്തമാറ്റിക്സ്, ബയോടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് മുതലായവ അഡീഷണൽ സബ്ജക്ട്സ് ആയും പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് ബി-ഫാം, ഡി-ഫാം പോലെയുള്ള കോഴ്സുകൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത്. മിനിമം 50% മാർക്കെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സയൻസ് അക്കാഡമിക് സ്ട്രീമിലുള്ളവരായിരിക്കണം. മിനിമം 50% മാർക്സ് നിങ്ങൾ +2 സ്കോർ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 സയൻസ് അക്കാഡമിക് സ്ട്രീമിന് തത്തുല്യമാണ് എന്ന് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത ഏതൊരു കോഴ്സ് പാസ്സായ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസിയുടെ ഫീസ് സ്ട്രക്ചർ വരുന്നത് 50,000 to 1.5 lakh വരെയാണ്. അതേസമയം ബി-ഫാമിന്റെ ഫീസ് സ്ട്രക്ചർ സ്റ്റാർട്ടിംഗ് തന്നെ 1.5 lakh മുതലാണ്. 1.5 lakh to 3 lakhs ഒക്കെയാണ് ബി-ഫാമിന്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഡിപ്ലോമ കോഴ്സും ഡിഗ്രി കോഴ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഫീസിലുള്ള ആ ഒരു ഹ്യൂജ് ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ബി-ഫാമിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡി-ഫാമിന്റെ സിലബസ് വളരെ സിമ്പിൾ ആണ്. ഫാർമസ്യൂട്ടിക്സ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി, ഫാർമക്കോഗ്നസി ഇതൊക്കെ തന്നെയാണ് ഡി-ഫാമിലും ബേസിക് സബ്ജക്ട്സ് ആയി വരുന്നത്. പക്ഷേ സിലബസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഡി-ഫാം തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ്സസിൽ 75% അറ്റൻഡൻസ് ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാനായിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളൂ. അതേസമയം ബി-ഫാമിന്റെ കേസിലോട്ട് വരുമ്പോൾ 80% അറ്റൻഡൻസ്, ബോത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ്സസിൽ 80% അറ്റൻഡൻസ് ഉള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് ബി-ഫാം യൂണിവേഴ്സിറ്റി എക്സാം എഴുതാനായി എലിജിബിൾ ആയിട്ടുള്ളൂ. 3 hours ആണ് എക്സാം ഡ്യൂറേഷൻ വരുന്നത്. ഡി-ഫാം എക്സാംസിന്റെ കേസിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ, തിയറിയോ പ്രാക്ടിക്കലോ ഏതും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ, തിയറി ആണ് നിങ്ങൾ ഫെയിൽ ആയതെങ്കിൽ ആ സബ്ജക്റ്റിന്റെ പ്രാക്ടിക്കൽ കൂടെ റീ അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വരും. പ്രാക്ടിക്കൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ തിയറിയും എഴുതേണ്ടി വരും. ബി-ഫാമിന്റെ കേസിൽ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഇല്ല. ഏത് സബ്ജക്റ്റ് ആണോ ഫെയിൽ ആയത് ആ സബ്ജക്റ്റ് മാത്രം എഴുതിയെടുത്താൽ മതി. +2 ശേഷം എളുപ്പത്തിൽ ജോലി വേണം. ഞാനൊരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 2 ലക്ഷം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും ഡിപ്ലോമ എടുക്കുന്നതാണ് നല്ലത്. കാരണം ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫാർമസിസ്റ്റിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകും. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്ത്, ആ ഒരു ലൈസൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങാവുന്നതാണ്. അതിന് 4 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു മെഡിക്കൽ ഷോപ്പ് അല്ലെങ്കിൽ ഫാർമസി തുടങ്ങണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ മാത്രമാണ് നിങ്ങൾ ബി-ഫാം അല്ലെങ്കിൽ ഡി-ഫാം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഡി-ഫാം ചൂസ് ചെയ്താൽ മതി. ഡിപ്ലോമ ഇൻ ഫാർമസിയുടെ ലൈസൻസ് മതി നിങ്ങൾക്കൊരു മെഡിക്കൽ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഫാർമസി തുടങ്ങാനായിട്ട്. ഇനി അതല്ല, പുറം രാജ്യങ്ങളിലോട്ട് പോകണം, കരിയർ ഗ്രോത്ത് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ബി-ഫാം പോലെയുള്ള ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്നതാണ് നല്ലത്. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പോലെയുള്ള ഗവൺമെന്റ് ജോബിന് അപ്ലൈ ചെയ്യാനുള്ള മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നതും ഡി-ഫാം ആണ്. സോ എളുപ്പത്തിൽ ജോലി ലഭിക്കണം, കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാനില്ല, കൂടുതൽ പഠിക്കാൻ മടിയാണ്, ഇങ്ങനെയുള്ള റീസൺസ് ഒക്കെ ഉള്ളവർ ബി-ഫാം വേണോ ഡി-ഫാം വേണോ എന്ന് ചിന്തിച്ച് നിൽക്കണ്ട. അങ്ങനെയുള്ളവർ ഡി-ഫാം ചൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ.